വെൽക്കം ബാക്ക് ടു സാജസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വേളാങ്കണ്ണിക്ക് പോണ ഒരു വ്ലോഗാണ്. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. 2 ദിവസത്തെ ഡ്രസ്സും ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. ഗ്ലാഡിയസ് എന്ന പേരുള്ള ഒരു വണ്ടിയിലാണ്ട് പോയത്. ഞങ്ങൾ എല്ലാ കൊല്ലം പോകാറുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം പോണത് ഈ സെയിം വണ്ടിയിൽ തന്നെയാണ്. ജോസ് എന്ന ചേട്ടനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ എപ്പോഴും പോവാറ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിലൊക്കെ കയറി ഇരിക്കുകയാണ്. നമ്മൾ കുതിരാൻ ടണലിൽ എത്തിയിട്ടോ. അപ്പോൾ ടണലൊക്കെ കഴിഞ്ഞ് ഒരു പെട്രോൾ പമ്പിൽ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തി. എപ്പോഴും ഈ പെട്രോൾ പമ്പിൽ തന്നെയാണ് നിർത്താറ്. അപ്പം പെട്രോൾ പമ്പ് വരെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്. ഫുഡ് ഇവരെ തന്നെയാണ് നമുക്ക് തരണത്. അതുകൊണ്ട് സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിനിമ ഇട്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് പപ്പോടെ അമ്മോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂസ്മ ചേച്ചിനെ ആയിരിക്കും ഇടുകയാണ് എന്ന്. അത് തന്നെയാണ് ഇട്ടത്. പിന്നെ അവിടെ എത്തി. ഞങ്ങൾ ഫസ്റ്റ് പുറത്തിറങ്ങി നിൽക്കണതാണ്. പക്ഷേ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾക്ക് ബാഗ് കിട്ടിയത്. ഞങ്ങൾ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന ബാഗ് വെച്ചാണ് ഏറ്റവും അവസാനമാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. പിന്നെ ബസ്സിനോട് ടാറ്റൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ചയാണ് ബസ്സിനെ കാണത്തുള്ളൂ. പിന്നീട് നടന്നാണ് ചരിത്രം. ഞങ്ങൾ ആ ബസ്സിലുള്ള എല്ലാവരും അങ്ങോട്ട് തെര പര പാതിരാത്രിക്ക് അങ്ങോട്ട് നടക്കായിരുന്നു. പാതിരാത്രി എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക്. എനിക്ക് നേരം വിളിക്കാത്ത എല്ലാ സമയവും പാതിരാത്രിയാണ്. ഞാൻ 12 മണിക്ക് നേരം വിളിക്കുന്ന എനിക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ അവസാനം ഞങ്ങൾക്കൊരു റൂം കിട്ടി. നോർമൽ റൂമായിരുന്നു. നമുക്ക് കിട്ടിയ റൂം അത്രയും കുഴപ്പമുള്ള റൂമൊന്നുമല്ലായിരുന്നു. നല്ല റൂമായിരുന്നു. ബാത്റൂമായാലും നല്ല വൃത്തി ഉണ്ടായിരുന്നു. TV ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളം ന്യൂസ് ചാനൽസൊക്കെ അത് കിട്ടായിരുന്നു. പിന്നെ കുറച്ച് തമിഴ് ചാനൽസൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ വൃത്തി ഉള്ള റൂം തന്നെയായിരുന്നു. കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി. പിന്നെ ഡ്രസ്സൊക്കെ മാറി. 9 മണിക്ക് കുർബാന ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോവാണ്. ഐസ്ക്രീമും കുറേ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ റൂമിലേക്ക് വീണ്ടും തിരിച്ചെത്തി. വേളാങ്കണ്ണിയിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പപ്പയുടെ റീൽസ് നിർബന്ധമാണ്. ഇതിൻ്റെ ഫുൾ റീൽസ് സാജ സജീവ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഡാൻസ് പഠിക്കലായി, തെറ്റിക്കലായി. പപ്പ ശരിയാക്കുമ്പോൾ ഞാൻ തെറ്റിക്കും, ഞാൻ ശരിയാക്കുമ്പോൾ പപ്പ തെറ്റിക്കും. ഇത് തന്നെയായിരുന്നു. പിന്നെ ഒരു 100 ടേക്കെങ്കിലും ഞങ്ങൾ മിനിമം എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ഒരു കണക്കിന് ഇത് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്തൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലിട്ടത്. പപ്പയുടെ അമ്മയുടെ ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് വീണ്ടും കടാപ്പുറവും പിന്നെ പഴയ പള്ളിയൊക്കെ കാണാനായിട്ട് ഇറങ്ങി. വെയിലൊക്കെ ആറി കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. ഞാൻ ഉച്ചയ്ക്ക് പൊതുവെ ഉറങ്ങാറില്ല. എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും ഉച്ചയ്ക്കാണ് എനിക്കാറ്. പിന്നെ നമുക്ക് വീണ്ടും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത് ശരിയല്ലല്ലോ. ഉച്ചമയക്കം എനിക്ക് പൊതുവെ ഉണ്ടാവാറില്ല. പിന്നെ പഴയ പള്ളിയിൽ പോയി അടുത്ത നേർച്ചയൊക്കെ ഇട്ട് പിന്നെ മുട്ടുത്തിയൊക്കെ പള്ളിയുടെ അകത്ത് മുട്ടുത്തി കഴിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഉപ്പും കുരുമുളകും നേർച്ച വാങ്ങിക്കാറുണ്ട്, തിരി എത്തിക്കാറുണ്ട്. പിന്നെ പൂമാല, വേളാങ്കണ്ണി മാതാവിനെ അണിയിക്കൽ, അങ്ങനത്തെ നേർച്ചകളൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം അറിയായിരിക്കും അവിടുത്തെ നേർച്ചതിനെ പറ്റിയൊക്കെ. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ അത്രയും വലിപ്പമുള്ള തിരിയാട്ടോ കത്തിക്കാനായിട്ട് വാങ്ങിക്കാറ്. പിന്നെ പള്ളിയിലൊക്കെ കയറി നേരെ കടാപ്പുറത്തേക്ക് പോയി. അവിടെ ഒരു ഒട്ടക്കം ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈസൂർക്ക് പോയി ഒട്ടകത്തിൽ കയറിയതാണ് എനിക്ക് ഓർമ്മ വന്നത്. സംഭവം വീഴാൻ പോയി പേടിച്ച് വളരെ ഞാൻ അതിൻ്റെ പൊക്കത്ത് കയറിയിരുന്നത്. അങ്ങനെ ഒട്ടത്തിൽ നിന്ന് കയറാനുള്ള ആ ഒരു ട്രോമ മനസ്സിൽ കിടക്കണോണ്ട് വേറെ റൈഡ് നോക്കിയപ്പോൾ തീരെ നിൽക്കുന്നത് കുതിര. കണ്ടപ്പോൾ നല്ല ആകാംക്ഷയായിരുന്നു. കയറി എൻ്റെ അകത്തിരുന്ന് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ആകാംക്ഷയും പോയി, തൃപ്തിയായി. പിന്നെ ചെവിയും കേട്ടൂടാ കണ്ണും കണ്ടൂടാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല.
ഇറങ്ങിയപ്പോൾ തല ഇറങ്ങിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആകെ ആശ്വാസം. പക്ഷേ ഇതും ഒരു ട്രോമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. റൈഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഗൂഗിൾ പേ ആണ് ചെയ്തത്. ഒരു പ്രാവശ്യം ഗൂഗിൾ പേ ചെയ്തു, പോയില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തു. അപ്പോൾ 2 പ്രാവശ്യം ഒന്നിച്ചങ്ങ് പോയി. പക്ഷെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയത് ആകെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ഓൾറെഡി പോയ സ്ഥിതിക്ക് നമ്മൾ അവിടുത്തെ മുതലാളിയോടൊക്കെ പറഞ്ഞ് അവർ ആദ്യം അയച്ച അമ്പൂരെ തിരിച്ചു തന്നു. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴാണ് കാണുന്നത് രണ്ടാമത്തെ അയച്ച അമ്പൂരെ പോയിട്ടില്ല, ആദ്യം അയച്ചതാണെങ്കിൽ അവർ തിരിച്ചു തന്നു. അപ്പം നമ്മൾ പൈസ കൊടുക്കാണ്ട് കയറിയിരുന്നില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് 8 മണിയൊക്കെ ആയി. ഇത് കയറിയപ്പോൾ 5 മണി എങ്ങാണ്ടായുള്ളൂ. 8 മണിയൊക്കെ ആയപ്പോൾ അമ്പൂരെ തിരിച്ച് ഇട്ട് കൊടുത്തു. അപ്പം എനിക്ക് ഗൂഗിൾ പേ 5 രൂപ തിരിച്ച് റിവാർഡ്. ഞാൻ അങ്ങനെ പറ്റിക്കാത്ത കാരണം ഗൂഗിൾ പേ തന്നത് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കരിക്ക് വാങ്ങിച്ചു. കുടിക്കാൻ കുതിയായിട്ട് ഞങ്ങൾ തേങ്ങ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിൽ ഫുൾ തേങ്ങ കാമ്പായിരുന്നു, നല്ല കട്ടിയുള്ള തേങ്ങ. ഞങ്ങൾ 3 പേരും കൂടി അവിടെ നിന്ന് കുറേ തേങ്ങ നിന്ന് കരിക്ക് വാങ്ങിക്കാൻ പോയിട്ട്. പ്രാവശ്യം നല്ല അടിപൊളിയായിരുന്നു. ഒരു വയ്യായ്ക ഉണ്ടായിരുന്നില്ല, ക്ഷീണം ഉണ്ടായിരുന്നില്ല. നല്ല വൈബായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയാണ് പോയത്. എന്നിട്ട് ശനിയാഴ്ച രാവിലെ അവിടെ എത്തും. ശനിയാഴ്ച അവിടെയൊക്കെ കറങ്ങി ഞായറാഴ്ച രാവിലെ തിരിച്ചു പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിൽ പ്ലാൻ. അപ്പോൾ ഞായറാഴ്ച രാവിലെ ബസ്സിലൊക്കെ കയറി നമ്മൾ തിരിച്ച് ഒരു 8 ഒക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് പോന്നു. പിന്നെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച ഞാൻ മൊത്തം കണ്ണുറന്നിരിക്കണത്. ഒരുപാട് കാറ്റാടി യന്ത്രം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറേ മൂവീസ് ഉണ്ട്. അന്നൊരു മൂവി ഡേ പോലെയാണ്. ഒരെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടിന്യൂസ് അടുത്തത് ഇങ്ങനെ വെക്കും. 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.